ചേച്ചി ഓൺ ഞാൻ പറഞ്ഞോട്ടെ? ഇല്ല, പറയട്ടെ റിയാസേ, ഞാൻ പറയട്ടെ? ഇതിൽ ലേഡീസ് ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞോട്ടെ? ആരും ഇതിൻ്റെ എടുത്തിട്ട് ട്രോളാൻ പാടില്ല. ഞാനൊരു ഇത് പറഞ്ഞേ ഉള്ളൂ, ആണുങ്ങൾക്ക് അറിയാൻ പാടാത്തൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. പറയട്ടെ? അതായത് ഈ ഓണത്തിന് ശ്രുതി തമ്പിയുടെ ഒരു വിഷയം കുറെ ആൾക്കാർ ശ്രുതി തമ്പി എടുത്ത് ട്രോളിന് ഞാൻ ശ്രുതി തമ്പിയുടെ വശം ചേർന്ന് പറയണല്ല, ഞാൻ ശ്രുതി തമ്പീനെ വശം ചേർന്ന് പറയണല്ല, ഞാനൊരു ലേഡി ആയിട്ട് പറയുന്നതാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയണതാണ്. ഓക്കെ, എല്ലാവരും ശ്രുതി തമ്പിയുടെ ഒരു കയ്യിൽ കവറിട്ട ഒരു വീഡിയോ കണ്ടിട്ട് അതിനെ എല്ലാവരും കൂടെ ട്രോളി. ഓഫ്കോഴ്സ് ഞാൻ അതിനെ കുറ്റം പറയണല്ല, സുധമ്മ ന്യായം പറയണല്ല കേട്ടോ. ഞാനൊരു ലേഡിയാണ്, ഞാൻ അങ്ങോട്ട് കാര്യം പറയട്ടോ. ഇതിനെക്കുറിച്ചൊരു കാര്യം പറയണം. എനിക്കൊരു വോയിസ് പറയണമെന്നുണ്ടായിരുന്നു. അത് ചില ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതായത് ഈ ശ്രുതി തമ്പി കയ്യിൽ കവറിട്ട കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചിന്തിക്കണം. നമ്മളിപ്പോൾ ഞാനൊരു ലേഡിയാണ്, എൻ്റെ കൈ കണ്ടോ, ഞാൻ ക്യൂടെക്സ് ഇടുന്നൊരു ലേഡിയാണ്. അതായത് ഈ ജെല്ലിൻ്റെ ക്യൂടെക്സ് ഉണ്ട്. ഇവിടെ ഒട്ടുമിക്ക ലേഡീസ് ഇതിലുണ്ടെങ്കിൽ ലേഡീസൊക്കെ ഉത്തരം പറയാം. ശ്രുതി തമ്പിനെ ന്യായീകരിക്കണേയല്ല. ഓക്കെ, ഞാൻ സലൂണിൽ പോയിട്ട് ക്യൂടെക്സ് ഇടുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ ഇവിടെ പലതവണ എൻ്റെ ലൈവിൽ ഞാൻ കാണിച്ചിട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ 250 ദിറംസ്, 300 ദിറംസ്, 400 ദിറംസ് കൊടുത്തിട്ടാണ് നമ്മൾ കൈയും കാലും പെഡിക്യൂറും മെനിക്യൂറും ക്യൂടെക്സ് ഇടുന്നത്. ഓഫ് കോഴ്സ് അല്ലേ? അപ്പം ഈ നോർമൽ ക്യൂടെക്സ് ആണെങ്കിൽ നമുക്ക് അത്ര റേറ്റ് ഇല്ല, അതൊരിക്കലും പോവില്ല. നോർമല് നമ്മുടെ ലേഡീസിൻ്റെ, ഞാൻ ഉൾപ്പെടെ എൻ്റെ കയ്യിലും എന്തിപ്പോൾ എനിക്ക് ട്രോളിന് ഞാൻ പറയും, ആൾക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ലേഡീസ് നഖം വെച്ച് കളർ ജെല്ലിൻ്റെ ക്യൂടെക്സ് ആണ് നമ്മൾ ഇടാറ്. ഈ ജെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചോറിനകത്ത് കറി ഒഴിച്ച് നമ്മൾ കൈ വെച്ച് ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കറി നമ്മുടെ ക്യൂടെക്സുമ്മ വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ കളറാണ് ഇട്ടെങ്കിൽ നമ്മൾ ഫുഡിനകത്ത് കൈയിട്ട് കഴിഞ്ഞാൽ എന്തായാലും ആ കളർ പോവും. പിന്നെ നമ്മൾ എന്തിനു 300 ദിറംസ് 400 ദിറംസ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യം എന്താ? നമ്മുടെ കയ്യിൽ കെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, അത് ഞാൻ പറയാതിലേക്ക് ഞാൻ വരാം. ഓക്കെ, കാരണം എനിക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്യൂടെക്സ് ഇട്ടുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. ഞാനും ജെല്ലിട്ടത്. ഞാൻ ആ ചോറ് കൈയിട്ടപ്പം എൻ്റെ കയ്യിലെ ക്യൂടെക്സിൻ്റെ കളർ മാറി. പിന്നെ പലരോടും ചോദിച്ചു, ഇതെന്ത് ഈ കളർ ഇങ്ങനെ? ഞാനിട്ടത് പെർപ്പിളാ, ഞാനിട്ടപ്പോൾ തിന്നപ്പോൾ ഒരു കളർ മഞ്ഞ ക്യൂടെക്സ്, ഇതെന്തായിരിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എനിക്ക് തോന്നി എല്ലാവരും പറഞ്ഞത് നമ്മൾ ചോറിൽ കൈയിട്ട് കഴിഞ്ഞാൽ കറി ആകുമ്പോൾ നമ്മുടെ ഇതിലാവും. പിന്നെ ഒരു കാര്യം ചെയ്ത് കവറിന്, അപ്പം ഞാൻ ചോദിച്ചു, കവറിന് പകരം ഒരു സ്പൂൺ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ട്രോൾ ഒഴിവാക്കായിരുന്നു. പക്ഷേ ശ്രുതി തമ്പിയെ വിചാരിച്ച് ശ്രുതി ഇപ്പം നമ്മളിപ്പോൾ ഓണത്തിന് ഇപ്പോൾ സ്പൂൺ വെച്ചാലും നിങ്ങൾ ട്രോളും, കയ്യിൽ ഉറയിട്ടാലും ട്രോളും, എന്തെങ്കിലും എന്ത് പറഞ്ഞാലും നിങ്ങൾ അതെടുത്ത് ട്രോളും. ഓഫ്കോഴ്സ് അത് സാധാരണ. ഇപ്പോൾ ശ്രുതി തമ്പി കയ്യിൽ ഉറ മാറ്റി വെച്ചു, അവള് സ്പൂൺ എടുത്ത് കഴിച്ചാലും അത് നിങ്ങളെടുത്ത് ട്രോളും. അപ്പം ആരെങ്കിലും ആര് കൊടുക്കാലും അങ്ങനെയല്ലല്ലോ. നമ്മൾ സദ്യ എന്ന് പറയണത് ഒക്കെ ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ട് കഴിച്ചാൽ എനിക്ക് ദേഷ്യമുണ്ട്. കാരണം സ്പൂൺ ഇട്ട് കഴിക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഈ ഗ്ലൗസ് ഇട്ടത് ശ്രുതി തമ്പി ഉദ്ദേശിച്ചത് ആ കയ്യിലെ ക്യൂടെക്സിൻ്റെ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ആ കവർ ഇട്ടത്. കാരണം ഞാനൊരു ലേഡിയാ, എൻ്റെ അനുഭവം ഞാൻ പറയാം. എനിക്ക് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ടാവില്ല, പക്ഷെ സ്പൂൺ കൊണ്ട് ഉണ്ണാമായിരുന്നു. ഓക്കെ, അത് കയ്യിൽ ഉറവിച്ച് തെറ്റിയ. പക്ഷെ അവൾ ഉദ്ദേശിച്ചത് ക്യൂടെക്സിൻ്റെ കളറ് പോവാതിരിക്കാൻ വേണ്ടിയാണ് കയ്യിൽ കവർ ഇട്ടത്. അതെനിക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെ സംഭവം. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു 3-4 വട്ടം അനുഭവം ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പോകും കേട്ടോ. അതാണ് ശ്രുതി ഉദ്ദേശിച്ചത്. കയ്യിലെ ക്യൂടെക്സിൻ്റെ കളർ നമ്മൾ ജെല്ല് തേക്കുമ്പം, നോർമൽ ക്യൂടെക്സ് ആണെങ്കിൽ കുഴപ്പമില്ല, ഈ ജെല്ല് തേക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, കയ്യിലെ ക്യൂടെക്സിൻ്റെ കളർ പോയിട്ട് വേറെ ആവും. ഓക്കെ, ഞാനൊരു ഓൺ വോയിസ് ഇടണമെന്ന് വെച്ചോണ്ടിരുന്നത്, പക്ഷെ എല്ലാവരോടും എന്നെ ഏറി കയറ്റും. പിന്നെ ഞാൻ പേടിച്ചു. ഞാൻ അതിനുശേഷം ജെല്ല് തേക്കാറല്ലോ, ഞാൻ നോർമലേ ഇടാറ്. കാരണം ജെല്ല് തേക്കുമ്പോൾ 300-350 ദിറംസാ കയ്യിലും കാലും എടുത്തതിന്. അറിയോ, എനിക്ക് വെറുതെയാ. കാരണം ജെല്ലിട്ട് നമ്മൾ ചോറുണ്ണാൻ പറ്റൂല, അപ്പം കളറ് പോകും.
പിന്നെ ഒരു സദ്യ കഴിക്കാൻ പോകുമ്പോൾ സ്പൂണും കൊണ്ട് തിന്നാൻ പാടുണ്ടോ? കൈ കൊണ്ടല്ലേ തിന്നുക. ഓക്കെ, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഞാൻ സുധിന്റെ പ്രശ്നം പറഞ്ഞല്ല കേട്ടോ, എൻ്റെ ഒരു കാര്യം പറഞ്ഞ. കാരണം സുധി അതാണ് വിചാരിച്ചത്, കയ്യിൽ ക്യൂടെക്സ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നോക്കിയത്. സദ്യ കഴിക്കാതെ അതങ്ങനെയാ? ഒരു ക്യൂടെക്സ് കിട്ടുമ്പോൾ സദ്യ കഴിക്കാതിരിക്കാൻ പോകാതിരിക്കാൻ പറ്റും? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളല്ലേ. നിങ്ങൾ അതിനടുത്ത് ട്രോളും അത് ഫേമസ് ആകത്തില്ലേ ഉള്ളൂ. എല്ലാത്തിനും ഓരോ നായകൻ നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കൂടോ. ഒരു മിനിറ്റ്, സീമസേ നമ്മുടെ മെറീസ വന്നു കേട്ടാ. ക്യൂടെക്സ് സദ്യ കഴിച്ചിട്ട് ഇട്ടാൽ പോലെ വൈറലാകില്ലല്ലോ. അങ്ങനെയല്ല, ഒരു പെണ്ണുങ്ങളുടെ കയ്യിൽ എപ്പോഴും ക്യൂടെക്സ് ഒക്കെ വേണം. ഞാനിടാറില്ലെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങാറില്ല. നമ്മൾ ഒരു ഫംഗ്ഷനും പോകണം, പുറത്തു പോകുമ്പോൾ ഏത് പെണ്ണുങ്ങളും ക്യൂടെക്സ് ഇട്ട് അവരുടേതായ ഡീറ്റെയിൽ അവർ നടക്കും. ഓക്കെ കേട്ടോ. വർക്കില്ലായിരുന്നു, കസ്റ്റമർ ഇല്ല. നീ എൻ്റെ വർക്കിൻ്റെ നേരം തിരക്കണോ? സീമസേ, റൂം റെന്റ് തന്നിട്ട് ആള് പോയിട്ടാ. പറഞ്ഞ വാക്ക് പാലിച്ചു തന്നു. നാളത്തെ ഞാൻ റെന്റ് കൊടുക്കേണ്ടല്ലേ. ഇനി എൻ്റെ റിയാസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പൈസയും കിട്ടി അത് കഴിഞ്ഞു. എനിക്ക് മെച്ച ലാഭം പിടിക്കൊന്നുമില്ലേ. ഡ്രസ്സ് സൂപ്പർ ബിജി. സദ്യ കഴിക്കാൻ ബിജി പോയെങ്കിൽ ഉറയിടുമോ? ഞാൻ അങ്ങനത്തെ പരിപാടി ഞാൻ നിൽക്കാറില്ല. നോക്കി, ഇനിയിപ്പോൾ ഞാൻ ജെല്ലായിട്ടിരുന്നെങ്കിലും ഞാൻ ഇതേപോലെ തന്നെ ഫോണൊക്കെ കയ്യോറ ഞാനിടും, അത് വേറെ കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജെല്ലിടാറില്ല, നോർമൽ ഇടാറ്. കാരണം നോർമൽ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ നോർമൽ ഇട്ട് കൊള്ളൂലടോ, അതെപ്പോഴും പോവും കയ്യിൽ നിന്ന്. ജെല്ലാവുമ്പോൾ പോവില്ല, അതാ. പക്ഷെ നല്ല വിലയാ ജെല്ലിടുമ്പോൾ. പക്ഷെ കറിയിൽ കൈയിടാൻ പറ്റത്തില്ല, അതാ പ്രശ്നം. കഴിച്ചോ? ഞാനൊന്നും കഴിച്ചില്ലേ. ഞാൻ ചോറ് ഇരിപ്പുണ്ടായിരുന്നു, കറി ഒന്നുമില്ലായിരുന്നു. ഞാൻ വെണ്ടയ്ക്ക തീയൽ വെച്ചു. വെണ്ടയ്ക്ക മാത്രമേ ഉണ്ടായുള്ളൂ. ചോറ് കുറവും വെണ്ടയ്ക്ക തീയലും ഒരുപാട് കഴിച്ചു. ഞാൻ ഇപ്പോൾ കഴിച്ചത് വൈകിയാണ്.